കേരളത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അപ്പം LBS സെന്ററിന്റെ അണ്ടറിലാണ് എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും കേരളത്തിൽ നൽകപ്പെടുന്നത്. നമുക്ക് ഏതൊക്കെയാണ് കേരളത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് BSc നഴ്സിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നഴ്സുകളെ പരിചിതമായിരിക്കും അല്ലേ? അപ്പോൾ നേഴ്സ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കോഴ്സാണ് BSc നഴ്സിംഗ്. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ BSc MLT എന്ന് പറയുന്ന കോഴ്സാണ്. അതിൻ്റെയും കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. നമ്മൾ മെഡിക്കൽ ലബോറട്ടറി അല്ലേ, നമ്മൾ ലാബുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ MLT കോഴ്സാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ BPT എന്ന് പറയുന്ന കോഴ്സാണ്. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4.5 വർഷമാണ്. അപ്പം BPTയിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി അല്ലേ, ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ BCVT എന്ന് പറയുന്ന കോഴ്സാണ്. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 വർഷവും 10 മാസം ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. അതിന് നമ്മൾ അതിൽ പഠിക്കുന്നത് കാർഡിയാക്ക്, അതായത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ലാബുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഓപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതിന് നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കോഴ്സുകളാണെന്ത് നമ്മൾ BCVT എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. സ്പീച്ച് തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കോഴ്സാണ് സ്പീച്ച് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു അല്ലെങ്കിൽ ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന BASLP എന്ന് പറയുന്ന കോഴ്സ്. അത് 3 ഇയറും അതേപോലെ തന്നെ 1 ഇയർ ഇൻറ്റേൺഷിപ്പും വരുന്ന ഒരു കോഴ്സാണ്. ഇനി നമുക്ക് നോക്കാം അടുത്തതായിട്ട് വരുന്നത് BSc ഒപ്റ്റോമെട്രി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഐ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചിതമായിരിക്കും. അപ്പോൾ ഐ ക്ലിനിക്സിനും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നോക്കാനും വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുക. അവിടെ നമുക്ക് BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 വർഷവും 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. അതിന് പുറമേ ആയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി. അത് 4 വർഷത്തെ കോഴ്സാണ്. 1 ഇയർ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു പെർഫ്യൂഷൻ ടെക്നോളജിയിൽ നമ്മൾ സർജറീസ് ഇതിനൊക്കെ നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കോഴ്സാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ BDT അല്ലെങ്കിൽ BSc DT എന്ന് പറയുന്ന കോഴ്സാണ്. ആ കോഴ്സിൽ നമ്മൾ 4 ഇയേഴ്സ് ആണ് നമ്മളുടെ ആ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ തന്നെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പം ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു ഡയാലിസിസ് മേഖല, കിഡ്നി പേഷ്യൻസിന് വേണ്ടി ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പാരാമെഡിക്കൽ കോഴ്സാണ് നമ്മൾ BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി BOT എന്ന് പറയുന്ന കോഴ്സ്. അത് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4.5 വർഷമാണ് ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഡ്യൂറേഷനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പി നമ്മൾ ഒരുപാട് തെറാപ്പികൾ ചെയ്യുന്നുണ്ട് അല്ലേ, തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ്. അവിടേക്കൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ പഠിക്കുന്ന കോഴ്സാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഒക്യുപ്പേഷണൽ തെറാപ്പി ഡെയിലി ലൈഫിൽ ആളുകൾ ചെയ്യുന്ന ഒരുപാട് ഒക്യുപ്പേഷനുമായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വരുന്ന ഒരു ഒക്യുപ്പേഷണൽ റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അതിനൊക്കെ കൊടുക്കുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ അത് മെഡിക്കൽ ഇമേജിംഗ് അല്ലേ, നമ്മൾ MRI സ്കാനിങ്, എക്സ്റേ സ്കാനിങ് ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്നിക്കൽ നമുക്ക് ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. അതിൻ്റെയും കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 വർഷവും 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. നമ്മൾ റേഡിയോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, റേഡിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്ന കോഴ്സാണ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെയും കോഴ്സ് ഡ്യൂറേഷൻ 3 ഇയർ പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 4 ഇയേഴ്സ് ആണ്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഫോർ ദ ന്യൂറോ ടെക്നോളജി അല്ലേ, നമ്മളെ ഞരമ്പ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഞരമ്പ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന ആ ഒരു സംഭവത്തിൽ നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ് നമ്മളുടെ
ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഈ കോഴ്സുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, മുൻപ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ്. IIT, NIT, എയിംസ്, ജിപ്മർ ഇങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ XNY ഒരുക്കുന്നു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ ഫോർ 6 to 10 സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. കൂടാതെ തന്നെ നമ്മൾ +1 സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് JEE പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും.